ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ അത്യാവശ്യം ഒരു മെന ഒക്കെ ഉള്ളൊരു ലുക്കിൽ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈഫ് സേവർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്. അത് ഞാനൊരു ഹെയർ സെറം, സത്യം പറഞ്ഞാൽ അതിന് നന്ദി പറയേണ്ടത് നെസ്റ്റോയിൽ പ്രൊമോട്ടറായിട്ട് നിൽക്കുന്ന ഒരു ചേട്ടനോടാണ്. ഒരു ആവശ്യമില്ല, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ മാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ചൊരു പ്രൊഡക്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞാനത് മേടിക്കണമെന്നേ വിചാരിച്ചതല്ല, പക്ഷെ അതിൻ്റെ മേലത്ത് ഒരൊറ്റ വാക്ക് ഫ്രിസ് കൺട്രോൾ, അത് കണ്ടപ്പോൾ മാത്രം ഇതേ കണ്ടോ, കണ്ടോ, ഫ്രിസ് കൺട്രോൾ കോംപ്ലക്സ് എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റാണ്. ഞാൻ എങ്ങനെയാണ് അതിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ ഇവിടെയൊക്കെ പഴനിക്ക് പോകുന്നവർ മുടി ചെയ്യില്ല, അങ്ങനെ മാസങ്ങളോളം നൂലുമ്പെടുത്ത് അതിങ്ങനെ ജഡയായിട്ട് പഴനി പോയിട്ട് മുട്ടയടിക്കും. അതുപോലത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട് എനിക്ക് ഓരോ ഹോസ്പിറ്റൽ അഡ്മിറ്റും കഴിഞ്ഞിട്ട് ഡിസ്ചാർജായി വരുന്ന സമയത്ത്. അതിലും ഭീകരമാണെന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും പെയിൻഫുള്ളാണ് ആ മുടി ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. ആ സമയത്ത് ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള 2 തവണ സിറ്റുവേഷൻ, 2 തവണ എനിക്ക് ഇത് മേടിച്ചതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടു. ആ 2 തവണ എന്നെ സേവ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആട്ടോ ഈ മിനിമലിസ്റ്റിൻ്റെ ഫ്രിസ് കൺട്രോൾ കോംപ്ലക്സ് SPF 30 ഹെയർ സെറം വിത്ത് സെറമൈഡ് കെരാറ്റിൻ അർഗൻ ഓയിൽ, പിന്നെ റെഡ്യൂസസ് ഫ്രിസ്, പിന്നെ സ്മൂത്ത്നെസ് തരുന്നു, പ്രൊട്ടക്ഷൻ ഫ്രം UV റേസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്രയും ഫീച്ചേഴ്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഗുണം നോക്കിയിട്ട് ദോഷം നോക്കിയിട്ട് ഒന്നും ഞാൻ മേടിച്ചില്ല. ഫ്രിസ് കൺട്രോൾ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മേടിച്ചതാണ്. മുടിയുടെ ഓരോ, അതുപോലെ തന്നെ മറ്റൊരു എന്താ പറയുക, ഒരു വല്ലാത്ത പരപരപ്പ് ടെക്സ്ചറൊക്കെ ഉള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും, മുടി അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും. നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ മുടികൾ ജട കളയുക എന്ന് പറയും, ഇങ്ങോട്ട് ജട കളയുക എന്ന് പറയാം, ചിലർ ചിക്കറക്കാന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. ഞാൻ എന്തായാലും ജട കളയാന്ന് കേട്ടോ പറയാം. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ മുടി ഭയങ്കര ഹാർഡ് ടെക്സ്ചറുള്ള മുടി ഉണ്ടല്ലോ, ഒരേയുള്ള മുടിയുള്ള ആളുകൾക്ക് കുളി കഴിഞ്ഞ് വന്നാൽ തന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഇന്നും കുളിക്കാത്ത കാരണം എനിക്കത് അങ്ങനത്തെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സെറം കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. ഇതിനകത്ത് ഡയറക്ഷൻ ഫോർ യൂസ് ഞാൻ വായിക്കാം കേട്ടോ. ടേക്ക് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഇൻ യുവർ പാം ആൻഡ് അപ്ലൈ ഓൺ ക്ലീൻ ടവൽ ഡ്രൈഡ് ഹെയർ. അപ്ലൈ ഓൺലി ഓൺ ലെങ്ത് ഓഫ് യുവർ ഹെയർ. അതായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്, അത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടോ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ ഇതൊരു ഓയിലോ അല്ലെങ്കിൽ സെറവും അങ്ങനത്തെ, അതായത് മുടി വളരാനുള്ള സെറം ഒന്നുമല്ലല്ലോ, ഇതൊരു റിപ്പയറിങ് സെറാണ്. സോ വി ക്യാൻ അപ്ലൈ ഓൺ ഓൺലി ദ ലെങ്ത് ഓഫ് ദ ഹെയർ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് മുടി കൊഴിയണ്ട എന്ന് കരുതിയിട്ടാണ് അവർ പറയുന്നുണ്ടാവുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. മുടി കുറച്ച് കട്ടിയുള്ള മുടി അല്ലെങ്കിൽ ഒരേയുള്ള മുടി, നന്നായിട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന മുടിയിലൊക്കെ നിങ്ങളൊന്ന് ഇത് അപ്ലൈ ചെയ്ത് നോക്കൂ. അത്യാവശ്യം നല്ല അടിപൊളി റിസൾട്ടാട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു വശം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതാകെ 50 ml ബോട്ടിലാണേ, കാണുന്നുണ്ടോ, 50 ml ബോട്ടിലാണ്. ഇത്രയേ ഉള്ളൂ. പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ഒരു വലിപ്പം കുറച്ച് വലുതാണ്, പക്ഷെ അത്ര ഇതിനകത്ത് പ്രോഡക്റ്റ് ഉള്ളത് ഈ വൈറ്റ് കാണുന്ന ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രോഡക്റ്റ്. 50 ml 599 രൂപ എന്ന് പറയുന്നത് കുറച്ച് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഒരു തവണ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 599 രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 6 മാസം പോകും. ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. ഞാൻ എന്നും ഇത് അപ്ലൈ ചെയ്യുന്നില്ല, ആവശ്യമുള്ള സമയത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതാട്ടോ ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇനി എല്ലാവരുടെയും കാര്യം എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരുപാട് വാരി ഉപയോഗിക്കുന്ന ഇഷ്ടമുള്ള ആളുകൾക്ക് 599 രൂപയ്ക്ക് ഇത് മേടിക്കുന്നത് നഷ്ടമായിരിക്കും. അല്ലാത്ത പക്ഷം എന്നെപ്പോലെ ജട പിടിക്കുന്ന മുടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി
പെട്ടെന്ന് കെട്ടുപിടിക്കുന്ന ആളുകൾ, മുടിയൊക്കെ പരത്തിയിട്ട് പുറത്ത് അതായത് ഇങ്ങനത്തെ ജട പിടിക്കുന്ന മുടിയാണ്, എന്താ മുടി പരത്തിടാനാണ് ഇഷ്ടം എന്നൊക്കെയുള്ള ആളുകൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ള സാധനമാണ്. ഞാനങ്ങനെ എൻ്റെ നമ്മുടെ വീഡിയോസ് മൊത്തം എടുത്ത് നോക്കിയാലും കാണാം, ഞാൻ ഒരു പ്രൊഡക്റ്റിനും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം എനിക്ക് ഓക്കെ ആവുന്ന ഒരു പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് ഓക്കെ ആവണം ഒരു നിർബന്ധമില്ല. നമുക്കങ്ങനെ വാശി പിടിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഒരു പ്രൊമോഷനും അല്ലടാ, അതും വേണം പറയാം. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിന് പുറത്ത് ഞാൻ എൻ്റെ പോലത്തെ മുടിയുള്ള ആളുകളോട്, ഇപ്പം ഞാൻ എൻ്റെ പോലത്തെ മുടിയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എൻ്റെയും എൻ്റെ ഫ്രണ്ട് അതുല്യയുടെ കല്യാണത്തിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ് അതുല്യയുടെ ഹെയറിനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ടെക്സ്ചറുള്ള മുടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ 599 രൂപ എന്ന് പറയുന്നത് ഒരു നിസ്സാര എമൗണ്ട് അല്ല. അത്യാവശ്യം നല്ല 600 രൂപ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുള്ളൂ. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓൺലി ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രം. നമ്മൾ പുറത്തേക്ക് മുടി പരത്തിയിട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് നമ്മൾ മുടിയിലൊന്ന് തേച്ച് കൊടുത്ത് നല്ല ഷൈനിങ്ങും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല തിരിച്ച് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ജട ഉണ്ടാവും. പക്ഷെ എൻ്റെ മുടി പിന്നെ എന്തൊക്കെ തേച്ചിട്ടും കാര്യമില്ല, നല്ല ജട ഉണ്ടാവുന്ന മുടിയാണ്. പക്ഷെ ആ ജടയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറയും. കുറച്ചും കൂടി നമുക്ക് ഈസിലി നമുക്കത് റിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. റിപ്പയർ ചെയ്യുന്ന സമയത്തും ഇത് യൂസ് ചെയ്താൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ യൂഷ്വലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പറഞ്ഞത്, എനിക്കിത് 6 മാസം പോകുന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ അധികം മുടി പരത്തിയിട്ട് പോകാറില്ല. ഞാൻ അധികം മുടിയിൽ കൂടുതൽ ബ്ലോ ഡ്രൈ അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് അങ്ങനത്തെ നമ്മൾ പെർമനന്റ് അല്ലെങ്കിലും നമ്മൾ അങ്ങനെ ഹെയർ ട്രീറ്റ്മെന്റ് ഞാൻ ടെമ്പററി ചെയ്യാറില്ല. പെർമനന്റ് ഹെയർ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ ക്രിമ്പിങ്, സ്ട്രൈറ്റിങ് അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ഹെയറിൽ ചെയ്യാറില്ല. എനിക്ക് പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് വയ്യാതെ ആവുന്ന ശ്വാസമുട്ടിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ മുടിയെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവസാനം ഞാൻ തന്നെ സഹിക്കേണ്ടി വരും, വേറെ ആരും സഹിക്കണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുടിയിൽ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിതിന്റെ ഉപയോഗം വളരെ കുറവാണ്. പക്ഷെ എന്നും മുടി വരത്തിയിട്ട് പോകാൻ ഇഷ്ടമുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്നും മുടി അത്യാവശ്യം സ്റ്റൈൽ ചെയ്ത് പോകുന്നവർക്ക് ഇത് അഫോർഡബിൾ ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നോർമലി നമ്മൾ ഒക്കേഷണലി മാത്രം മുടി പരത്തിടുകയും അല്ലെങ്കിൽ പരത്തിട്ട ജട പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയാണ്. പിന്നെ മുടങ്ങിടുന്ന സമയത്ത് നമ്മൾ ജടയാവുമല്ലോ, അതൊക്കെ നമുക്ക് കൈയിട്ട് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മുടങ്ങിയിട്ട് പുറത്തു പോകുന്ന സമയത്തൊന്നും എന്ത് ചെയ്യാറില്ല, ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ തുടർന്ന് ഇന്ന് തീറ്റി എടുത്തിട്ടുണ്ട്, നല്ല വേദന ഉണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പം അത് ഒരു കാര്യമാണ്. ഞാൻ മുടി മുടഞ്ഞിടുന്ന സമയത്തൊന്നും ഉപയോഗിക്കാറില്ല. മുടി പരത്തിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻ കേസ് എനിക്ക് മുടി നോക്കാൻ പറ്റാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ ഇത് മുടി നമ്മൾ ശ്രദ്ധിക്കാതെ കെട്ടിവെച്ച് മാത്രം അഴിച്ചിടുന്ന, അല്ലെങ്കിൽ അത് അഴിച്ചു നോക്കും നല്ല ജട പിടിച്ചിരിക്കുന്ന സമയം, ആ സമയത്ത് മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്കിത് 5-6 മാസം അപ്പൊ നമുക്ക് 5-6 മാസമൊക്കെ ഇത് പോകും. അല്ലാതെ എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന, ഞാൻ എന്നും ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് അത്ര അഫോർഡബിൾ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഇത് 1 മാസമൊക്കെ ഉള്ളൂ. 1 മാസത്തിന് 600 രൂപയ്ക്ക് സെറം വാങ്ങി ഉപയോഗിക്കാം. അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് ഇതൊരു പ്രശ്നമില്ല. പക്ഷെ അഫോർഡബിൾ അല്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ അല്ല. അങ്ങനെയുള്ളവർക്ക് നോർമൽ ഹെയർ സെറംസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഉള്ളത്, ഒരു ലോറിയലിൻ്റെ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്കറിയാം, പക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല. യൂസ് ചെയ്തിട്ട് ഞാനത് പിന്നീട് പറയണ്ട കേട്ടോ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരെണ്ണം ഉപയോഗിക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ ഇത് കഴിഞ്ഞാലും ഇത് തന്നെ മേടിക്കും. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ അത്ര അധികം കെമിക്കൽ പ്രോഡക്ട്സ് ഇതിനകത്തുണ്ട്. ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാനത് വായിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ മുടി കുറച്ച് ചിക്കൊക്കെ ആവുന്ന അല്ലെങ്കിൽ ജട പിടിക്കുന്ന അങ്ങനത്തെ മുടിയുള്ള ഡ്രൈ മുടിയുള്ള ആളുകൾക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന
അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സെറാട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മുടി വളരാനോ അല്ലെങ്കിൽ മുടിയുടെ തിക്ക് കൂട്ടാനോ അങ്ങനെയുള്ള സെറമൊന്നുമല്ല. എങ്ങാനും നിങ്ങൾ യൂസ് ചെയ്യുകയോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്കാൽപ്പിൽ യൂസ് ചെയ്യരുത്. നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിൽ മാത്രം യൂസ് ചെയ്യാൻ നല്ല ഷൈനിങ്ങും നല്ല ഫ്രിസി ഫ്രീ ആയിട്ടുള്ള ഹെയർ കിട്ടാനും കുറച്ചും കൂടി നമ്മളെ ഹെൽപ്ഫുൾ. പിന്നെ എന്നെ പോലെ, അതായത് എന്റെ മുടിയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. എന്റെ മുടി പരത്തിയിട്ട് പോയാലും എന്ത് അത്ഭുതം ചെയ്താലും അത് ജട പിടിക്കും. അത് മുടി മുടങ്ങിട്ട് പോയാലും ജട പിടിക്കും, പരത്തിട്ട് പോയാലും ജട പിടിക്കും. മുടങ്ങിട്ട് പോകുന്ന സമയത്ത് ജട പിടിച്ചാൽ എനിക്കത് കൈയായിട്ട് ഫ്രിസ് ഫ്രീ ആക്കാനേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് പ്രോഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷെ പരത്തിട്ട് പോകുന്ന സമയത്താണ് എന്തൊക്കെ ചിലപ്പോൾ മുടിക്ക് തീർപ്പൊക്കെ വെച്ച് പൊട്ടിക്കാനൊക്കെ തോന്നും, പക്ഷെ ഞാൻ പൊട്ടിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. പിന്നെ അതുപോലെ ഏതെങ്കിലും സമയത്ത് പനി പിടിച്ചെടുക്കുക വയ്യാതെ കിടക്കുക ചെയ്യുന്ന സമയത്ത് ഞാൻ മുടി തീരെ ടച്ച് ചെയ്യാറില്ല. കാരണം എനിക്ക് തലവേദന അത്രയും അസഹനീയമായിട്ട് വരും ആ സമയത്ത് ഞാൻ മുടി തൊട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വയ്യായികൊക്കെ മാറി മുടി ഞാൻ തൊടുമ്പത്തേക്ക് മുടി ആകെ ചടിയിട്ടുണ്ടാവും. അങ്ങനത്തെ സമയത്ത് മാത്രം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ മുടി പൊതുവെ പരത്തിയിടുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിത് കുറച്ചധികം കാലം പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ഹെയർസ്, ഡ്രൈ ഹെയർ ഉള്ള ആളുകളാണെങ്കിൽ, ഫ്രിസി ഹെയർ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് എന്തായാലും യൂസ് ചെയ്ത് നോക്കൂട്ടോ. മിനിമലിസ്റ്റിന്റെ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ്, എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പൊ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും മേലെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതിന്റെ യൂസേജും അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ഷൻസും അതുപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ അല്ലാതെ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.